എന്താ നമ്മുടെ സ്പെഷ്യല്? വത്തക്കന്റെ ഉള്ളിൽ ഒരു മുത്തപ്പക്ക്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ അപ്പൊ എന്നാ നമുക്ക് വീഡിയോക്ക് ഇതൊരു വത്തക്കയാണ്. ശരിക്കും വത്തക്കൻ്റെ പരിപാടിയല്ല, മുത്തപ്പക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മുത്തപ്പക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് മൈദപ്പൊടി കുഴച്ച് വെക്കണം. അപ്പം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് വത്തക്ക കൊണ്ട സമയത്ത് എനിക്കൊരു ഐഡിയ വന്നതാണ്. വത്തക്ക ഇപ്പം നമ്മൾ മുറിച്ചിട്ട് കേടാകാതിരിക്കാനുള്ള ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് നല്ലോണം ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു കേടും വരില്ല, അതവിടെ കിടക്കും. 2-3 ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഈ വത്തക്കിനോടൊരു മുത്തപ്പക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഈ ഒരു കഷ്ണം മുറിച്ചിട്ട് ഈ ഒരു പീസിൽ ഏകദേശം ഒരു 1.25 ഇഞ്ച് വലുപ്പം ഉണ്ടാവും. ഇത് മുറിച്ചിട്ട് വെക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുക ആദ്യം. ഈ ഒരു സൈസിൽ ആണ് ഞാൻ മുത്തപ്പക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. മുത്തപ്പക്ക് ശരിക്കും വേറെ മോഡൽ ഉണ്ടാക്കുക, അതിൻ്റെ എപ്പിസോഡ് ഞാൻ മുമ്പ് ഇറക്കിയെന്ന്. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെക്കുകയാണ്. രാവിലെയാണ് ഇത് വൈകിട്ടും ചെയ്യുന്നത്. അങ്ങനെ പ്ലാസ്റ്റിക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വത്തക്കക്ക് യാതൊരു കുഴപ്പവും പറ്റില്ല. പിന്നെ അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അതിലേക്ക് പിടിക്കില്ല. പിന്നെ യാതൊരു ഫ്രഷ് പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പീസ് ജ്യൂസ് അടിക്കുകയും വേണം. അപ്പോൾ ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരൊക്കെ ഒഴിവാക്കി കളയാണ്. ഈ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം മതി. അപ്പോൾ മോൾക്ക് ഇന്ന് മുത്തപ്പക്ക് വേണം എന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. എൻ്റെ അടുത്താണെങ്കിൽ മുത്തപ്പക്കിൻ്റെ ആ ഒരു മസാല മുമ്പ് ഉണ്ടാക്കിയതിൻ്റെ ഒരു മസാല ഉണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു മസാല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ ചുരണ്ടി കളയുക. ഇതിനൊരു നനവുണ്ടാവും. അതൊക്കെ എങ്ങനെ നനവ് കളയാമെന്നൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതൊക്കെ കളഞ്ഞിട്ട് അതുകൊണ്ട് മാറ്റുക. ഇതാണ് മസാല. ഇതിൽ നമ്മളെ കട്ട്ലറ്റിൻ്റെ ആ ഒരു മസാല കുറച്ച് ബാക്കിയുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ അയക്കുന്നുണ്ട്. ഇത് ചിക്കനും പിന്നെ ഉള്ളിത്തണ്ടുമാണ്. ഇത് ഇതേപോലെ സമൂസൊക്കെ ഉണ്ടാക്കിയ കുറച്ച് മസാല ബാക്കിയുള്ളതായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പരിപാടി ഉണ്ടാക്കുന്നത്. ഈ മസാലൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ആ ഒരു വട്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 മുട്ട ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് തൈല തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു മുട്ടയും കൂടി പിന്നെ ഇടാം. അപ്പോൾ 2 മുട്ട അതിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അത് മിക്സ് ചെയ്യുക. ഇതുപോലെ ഒറിജിനൽ മുത്തപ്പക്കിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ വിടുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി വേണം തോന്നിക്കുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇട്ടിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഈ മസാല ഇതിലേക്ക് ഇടുകയാണ്. ഇതിൽ കട്ട്ലറ്റിൻ്റെ മസാലയും പിന്നെ സമൂസിൻ്റെ മസാലയും ഒക്കെയാണ്. അതിൻ്റെ മസാലപ്പൊടികളും കാര്യങ്ങളും ജീരകവും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇതിലുണ്ട്. പച്ചമുളക് അരച്ചത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ അധികം വെച്ചാൽ അത് വെള്ളം ഊറിയ പോലെ ഇപ്പം അധികം പെട്ടെന്ന് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാനൊരു അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് നമ്മൾ വത്തക്കൻ്റെ ഈ ഒരു തണ്ട് ഞാൻ ഇതിലേക്ക് വെച്ചത്. അപ്പോൾ ഇത് തണ്ട് വെക്കുന്നതോറും അമ്മന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും. അപ്പോൾ സൈഡിൽ കൂടി ഒരു സൈഡിലേക്ക് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ കോട്ടൺ തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി, മുക്കിയെടുത്താൽ മതി. അപ്പോൾ വെള്ളം കൊണ്ട് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ ചൂടായതിലേക്ക് ഞാനിത് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് ഒരു ചെറുതീയിൽ വെക്കുക. ഇതുണ്ട് പുറത്ത് വെള്ളം ഊറുന്നുണ്ടല്ല, അതൊരു തുണി എടുത്തിട്ട് തുടച്ചാൽ മതി. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. ഇപ്പം അടച്ചു വെച്ചിരിക്കുന്നു. ഇത് മറിച്ചിടണം. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് മറിച്ചിട്ടതാണ്. മറിച്ചിടുന്ന ഞാൻ എൻ്റെ വീഡിയോ മിസ്സായിരിക്കുന്നത്. ഞാൻ പിന്നെ കാണിച്ചു തരാം എങ്ങനെ മറിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിനി പുറത്തെടുത്ത് വെക്കുകയാണ്. അതിൻ്റെ പുറത്ത് വെക്കുന്നതൊക്കെ കുറച്ച് വെള്ളം ഊറി വന്നതാണ്. ഇങ്ങനത്തെ ഒരു മുത്തപ്പക്ക് മുറിക്കുന്നൊരു ചട്ടാണ് ഇതാണ്. അതേപോലെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടാണ് നമുക്കിത് മറിച്ചിടേണ്ടത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് മാറ്റുകയാണ്. ഇത് ചൂടാറിയിട്ടൊന്ന് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. അപ്പോഴാണ് നമ്മളതിൻ്റെ മറുഭാഗം ചൂടായി വരിക. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ജസ്റ്റ് ഒരു കളറെന്നുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ പുറത്ത് തോട് അങ്ങോട്ട് കളയണം. അത് നമുക്കിനി ആവശ്യമില്ല, അത് വെറുതെ ഒരു ജസ്റ്റ് ഷേപ്പിന് വേണ്ടി മാത്രം.
ഇനി ഇതിനെ കട്ട് ചെയ്യാണ് ഞാൻ 8 പീസായി കട്ട് ചെയ്യാണ്. സാധാരണ മുത്തപ്പക്കിന് ഇതിൻ്റെ പുറത്തൊരു കവറിങ് ഉണ്ടാവും, പക്ഷേ ഉള്ളിലുള്ള മസാല അതേ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ഒരു ചെറിയൊരു കേക്ക് പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ ടേസ്റ്റ് മുത്തപ്പക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുക. ഒറിജിനൽ മുത്തപ്പക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട്, അതുപോലെ മസാലൻ്റെ ലിങ്കും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുക. വെറൈറ്റി വീഡിയോസ്, യാത്രകളൊക്കെ നമ്മളെ ചാനലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.